ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നെഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്വീറ്റ് സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് 4 മണിക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്ക്. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വറുക്കാത്ത റവയാണ് കേട്ടോ. ഇനിയിപ്പോ വറുത്ത റവയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതും ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാര 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാം 1 കപ്പാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ. ഇനിയിപ്പോൾ ഏലക്കാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 ഏലക്കേന്റെ കുരു മാത്രം ചതച്ചെടുത്താലും മതി. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തിളപ്പിച്ച പാല് ചേർക്കാം. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ പാല് ചേർക്കണം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് നല്ല സോഫ്റ്റ് ആവും. പിന്നെ ചൂടോട് കൂടി ഒഴിക്കുന്നത് കാരണം ഈ പൊടിയൊക്കെ ഒന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. പാല് തിളപ്പിച്ച ഉടനെ തന്നെ ചേർക്കട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയം തന്നെ ലോ ഫ്ലെയിമിലിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കാം. അപ്പോൾ എല്ലാം 1 കപ്പിനാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പൊ എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ കൈ കൊണ്ട് കുറച്ച് എടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ കൈ ഒന്ന് നനച്ചിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് ഇതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. ഷേപ്പാക്കി എടുക്കണം എന്നൊന്നുമില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് പുറമെ നല്ല ക്രഞ്ചി ആയിട്ടായിട്ടോ ഇരിക്കുക, പക്ഷെ അകത്ത് നല്ല സോഫ്റ്റ് ആവും നമ്മൾ തേങ്ങയും പാലൊക്കെ ചേർത്ത കാരണം. അപ്പൊ അത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പൊ ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായ റവ സ്വീറ്റ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, അതേസമയം നല്ല ടേസ്റ്റുമാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പൊ കണ്ടില്ലേ, ഇത് പുറമെ നല്ല ബലത്തിലായിരിക്കണത്, പക്ഷെ പൊളിച്ചു നോക്കിയാൽ നല്ല സോഫ്റ്റ് ആണ്. അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ സ്നാക്കിന്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇനിയും ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.